നേർക്ക് പോന്നതിന്റെ കാര്യം പോക്കത് എന്റെ സ്വന്തം വാക്ക. വെൽക്കം ബാക്ക് ടു മൈ അദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പോൾ ഞാൻ അതിന്മേൽ നിൽക്കുന്നത് അറിയാം. അതായത് ബജാജിൻ്റെ പൾസർ NS 200 ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ബ്രദർ വാങ്ങിയാണ് കേട്ടോ. ബ്രദർ ക്യാമറൻ്റെ ബാക്കിലാണ്. അപ്പം ഇതിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെല്ലൈക്കൻ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പിന്നെ ഈ വണ്ടീൻ്റെ ഫുൾ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും മൊത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടീൻ്റെ റിവ്യൂ ചെയ്തൊന്നും പരിചയമില്ല, എന്നാലും എന്നെക്കൂടെ കഴിഞ്ഞത്ര ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയാണ്. നമ്മളെ ഇടക്കലിൽ എടുത്താണ്, ഇടക്കൽ മലബാർ, നോട്ട് പ്രൊമോഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കാണാം ഇനി. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ഷോട്ടൊക്കെ കാണാമല്ലോ, ഇതിൻ്റെ ആ ഷോട്ടൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബജാജിൻ്റെ NS 200 എന്ന് പറഞ്ഞ ബൈക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കല്ലേ. അപ്പം ഇതാട്ടോ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നത്. ഡിസ്പ്ലേനല്ലേ ഇതിന് പറയാം, മീറ്ററോ? ആ, നമ്മളെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെയിട്ട് വരുന്നത്. പിന്നെ നമ്മളെ ഹാൻഡിൽ ബാർ, ടാങ്ക്, സീറ്റ് ഒക്കെ ഇതാ. എനിക്ക് സത്യം പറഞ്ഞാൽ റിവ്യൂ ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ എന്താണ് നമ്മളെ വണ്ടീൻ്റെ ടോട്ടൽ ലുക്ക്. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ നിന്ന് കാണുമ്പോൾ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇതാ. സെക്കൻഡ് എടുത്ത വണ്ടിയാണ്, എന്നാലും ഫ്രഷ് ടയറാണ് കേട്ടോ ഇതിന് ഇപ്പോഴും. ഗൈസ്, ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും കാണാൻ ഒരു ഫ്രഷ് ലുക്കാണ് കേട്ടോ. എന്താ കാരണം നിങ്ങൾക്കറിയോ? അപ്പം കാരണം എന്താണ്? എന്താ പറഞ്ഞാൽ ഇത് ബാങ്കിലെ വണ്ടിയാണ്. കാരണം അതെടുത്തതിൻ്റെ പിന്നെ പലിശ എടുക്കാൻ കഴിയാതെ ബാങ്ക് പിടിച്ചിട്ട് വണ്ടിയാണ്. അതുകൊണ്ട് 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ എഞ്ചിനൊക്കെ നല്ല വണ്ടിയായിരിക്കും, ഫ്രഷാണ്. നമുക്കൊരു ഫ്രഷ് ഫീൽ തന്നെ നമുക്ക് ഈ വണ്ടി ഓട്ടുമ്പോൾ ലഭിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ വണ്ടി എടുത്തിട്ടാകെ ഒരു ഇത്ര ഓടിയിട്ടുള്ളൂ. ഇപ്പം 3600 ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി ഞങ്ങൾ ഓടിച്ചാണത്. പിന്നെ അതാ കണ്ടോ, ഇത് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് പിന്നെ മഴയും വെയിലൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ പ്രോബ്ലം ഉണ്ട്. ഇത് ബാങ്കാർ പിടിച്ചതുകൊണ്ട് പുറത്തിട്ടും ഇടുവരിക. അത് കാരണം അങ്ങനെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ട്. പിന്നെ സീറ്റൊക്കെ പറഞ്ഞാൽ ഇതാ അടിപൊളി സീറ്റാണ്, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ച് ഹാർഡാണ്, പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എന്തോ ഒരു ആണി വരെ നിൽക്കുന്നുണ്ട്, പക്ഷേ ആണിയൊന്നല്ല കണ്ട. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണില്ലേ നമുക്ക്. അപ്പോൾ എന്തുണ്ട്, ഇവിടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഗിയർ ഷിഫ്റ്റ്, പിന്നെ ടയറൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അങ്ങനത്തെ വണ്ടി ആയതുകൊണ്ട് സെറ്റാണ്. എന്താ ഫ്രഷ് ടയർ മാതിരി തന്നെ, ഓടിയിട്ടൊന്നുമില്ല അധികം. പിന്നെന്താ ഇപ്പം ഇതിൻ്റെ സോക്ക് ആപ്സറും കാര്യങ്ങളൊക്കെ ഇതാ. പിന്നെ എന്താണ് കൂടുതൽ എന്താ കാണിച്ചതന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്താ ഇവിടെ ചെറിയ ഹീറ്റും കാര്യമുണ്ട്. ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് ABS അല്ല, 2017 മോഡൽ വണ്ടിയാണ് കേട്ടോ. എന്നാലും അടിപൊളി സംഭവം അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ടൊക്കെ ജസ്റ്റ് കേൾക്കാമല്ലേ. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടാക്കി ഇതിൻ്റെ സൗണ്ടൊക്കെ ജസ്റ്റ് കേൾക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം ഇനി നമുക്ക്. അപ്പോൾ സൗണ്ട് കേൾക്കാം. ഇതാണ്ടോ ഇതിൻ്റെ പോക്കോയിൽ. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഫാനിൻ്റെ സൗണ്ട് കേൾക്കും. ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട്. അത് കൂളിങ്ങിൻ്റെ സിസ്റ്റമാണ് പോകുന്നുണ്ട്. ഇവിടെ ഫാൻ വരുന്നുണ്ട്. പിന്നെ അത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പും. അപ്പോൾ ഇതുണ്ട് ടോട്ടൽ ലുക്ക് ഈ വണ്ടീൻ്റെ. എന്തായാലും വണ്ടി എന്തായാലും അടിപൊളി സാധനമാണ്. നമുക്കിതാ ഇന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് അടിപൊളിയാവുന്ന വണ്ടി ഒന്നുകൂടി തെളുങ്ങും. കാരണം ഇത് മയത്തും വെയിലത്തൊക്കെ നിന്ന വണ്ടിയല്ലേ. കാരണം എന്താ നമുക്ക് ഇവിടെ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എന്തായാലും ടോട്ടലി അടിപൊളി വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ റിവ്യൂ ആണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്മേൽ പോയില്ല അനുഭവങ്ങൾ ജസ്റ്റ് പറയല്ലേ ഇനി. അപ്പോൾ ഇനി അത് കാണാം. വണ്ടി എടുത്തിട്ട് മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇനി മോഡിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്നതാണ് ഇതിന്മേൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ തന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലേക്ക് നിൽക്കാം. ഓക്കെ, നമ്മളിവിടുത്തെ ഒരു ചെറിയ പേര് എഴുതിയിട്ടുണ്ട് ഉണ്ടോ. നമ്മളെ ചെറുക്കൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആണ്, എല്ലാവരും കയറി ഫോളോ ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതേപോലെ എൻ്റെ കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൻ്റെ ലോഗോ ഇതാക്കാം കേട്ടോ. നമ്മളെ ചാനലിൻ്റെ ലോഗോ ആണിത്. അപ്പം ഇത്ര കേട്ടോ. ഇനി നമ്മൾ ഇതിന്മേൽ കുറച്ചുകൂടി മോഡിഫിക്കേഷനും കാര്യങ്ങളും കൊണ്ടുവരാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യൂലേ. അപ്പോൾ എന്തായാലും ഇനി എന്തായാലും ഇതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് എന്തായാലും ഇനി കാണാം. അപ്പോൾ എന്തായാലും അടുത്ത മീച്ചോടെ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.